നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിക്സസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് മെട്രിക്സ്, എന്തിനാണ് നമ്മൾ ഈ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ഈ മെട്രിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ മെട്രിക്സിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മെട്രിക്സ് എഴുതുക എന്നുള്ളത് നമുക്ക് തുടങ്ങാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ ഈ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം മെട്രിക്സ്, അപ്പം ഞാനൊരു പ്രോബ്ലം നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെ നമുക്ക് നോക്കാം. സപ്പോസ് ദാറ്റ് വി വിഷ് ടു എക്സ്പ്രസ് ദ ഇൻഫോർമേഷൻ ദാറ്റ് രാധ ഹാസ്, ഇവിടെ നോക്കിയാൽ രാധ ഹാസ് 15 നോട്ട് ബുക്സ് ഉണ്ട്. രാധയുടെ കയ്യിൽ 15 നോട്ട് ബുക്സ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മെട്രിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ നമ്മൾ മെട്രിക്സ് നൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ 15 എഴുതും അല്ലേ, 15. ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമേഷൻ തരികയാണെന്ന് വിചാരിക്കുക. രാധ ഹാസ് 15 നോട്ട് ബുക്സ് ആൻഡ് 6 പെൻസ്. ഈ 15 നോട്ട് ബുക്സിൻ്റെ കൂടെ 6 പെന്നും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്? അപ്പം നമ്മളിവിടെ മെട്രിക്സ് നൊട്ടേഷനിൽ നമുക്ക് 15 നോട്ട് ബുക്സിന് 15 എഴുതിയാൽ മതി, 6 പെന്ന് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്കിത് നേരെ താഴെയായിട്ടും എഴുതാം, 15 6 എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ടും ഇങ്ങനെ എഴുതാം. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതാണൊരു മെട്രിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിപ്പോൾ രാധയുടെ മാത്രം കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മൾ രാധയുടെ ഫ്രണ്ട്സിൻ്റെ കൂടി നോക്കാം. കണ്ടോ, രാധയ്ക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്, ഫൗസിയും സിമ്രാനും. അപ്പോൾ രാധയുടെ കയ്യിലെ 15 നോട്ട് ബുക്സ് ആൻഡ് 6 പെൻസ്. ഫൗസിയുടെ കയ്യിൽ 10 നോട്ട് ബുക്സ് ആണ്, 2 പെൻസ് ആണ്. അതുപോലെ സിമ്രാന്റെ കയ്യിൽ 13 നോട്ട് ബുക്സ് ഉണ്ട്, 5 പെൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു മെട്രിക്സിൽ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാധയുടെ കയ്യിലുള്ളത് 15 നോട്ട് ബുക്സും 6 പെൻസും ആണ്. അതുപോലെ ഫൗസിയുടെ കയ്യിലുള്ളത് 10 നോട്ട് ബുക്സും 2 പെൻസും ആണ്. അതേപോലെ സിമ്രാന്റെ കയ്യിലുള്ളത് 13 നോട്ട് ബുക്സും അതേപോലെ തന്നെ 5 പെൻസ് ആണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഹൊറിസോണ്ടലായിട്ട് കാണുന്നതിന് പറയുന്ന പേരാണ് റോ. അതുപോലെ ഈ വെർട്ടിക്കലായിട്ട് കാണുന്ന ഈ ലൈനാണ് എന്ത്, കോളം. അപ്പോൾ ഇത് നമുക്കിവിടെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അങ്ങനെ 3 റോസ് ഇവിടെ ഉണ്ട്. അതുപോലെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, അങ്ങനെ 2 കോളംസ് ആണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മെട്രിക്സിലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് റോ നോക്കുന്ന സമയത്ത് നമുക്കവിടെ എന്ത് കാണാൻ സാധിക്കും? ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നമുക്ക് രാധേനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് അല്ലേ. രാധയുടെ കയ്യിൽ 15 നോട്ട് ബുക്സും 6 പെന്നും ഉണ്ട് അല്ലേ. ഇനി രണ്ടാമത്തെ റോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആരെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്? ഫൗസിയുടെ കാര്യങ്ങളാണ് അവിടെ പറയണത്. ഫൗസിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? 10 നോട്ട് ബുക്സ് ഉണ്ട്, 2 പെൻസ് ഉണ്ട്. ഇനി തേർഡ് റോ നോക്കുകയാണെങ്കിൽ അവിടെ സിമ്രാന്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കോളം വൈസ് ആണ് നോക്കണമെങ്കിലോ, ഫസ്റ്റ് കോളത്തിൽ എന്തിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷനാണ് പറയണത്? ഫസ്റ്റ് കോളം ഇവരുടെ കയ്യിലുള്ള നോട്ട് ബുക്സിന്റെ എണ്ണമാണ്. എത്ര നോട്ട് ബുക്സ് ഉണ്ട്, ഇവിടെ ഓരോരുത്തരുടെ കയ്യിലും എത്ര നോട്ട് ബുക്സ് ഉണ്ട്, അതിന്റെ ഇൻഫോർമേഷൻ ആണ് ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കോളത്തിൽ ഇവരുടെ കയ്യിലുള്ള പെൻ, എത്ര പെൻ ഇവരുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ റോയും ഓരോ കോളും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളിത് എഴുതേണ്ടത്. ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു എഴുതാം. ഇപ്പൊ 15 ഈ എഴുതിയ തന്നെ മെട്രിക്സ് നമുക്ക് ഇപ്പോൾ രാധയുടെ കയ്യിലുള്ള 15 പെൻസ്, 15 നോട്ട് ബുക്ക് 6 പെൻസ്, ഇങ്ങനെ നമുക്കത് കോളായിട്ട് എഴുതാം. പിന്നെ ഫൗസിയുടെ കയ്യിലുള്ള 10 നോട്ട് ബുക്കും 2 പെൻസും, പിന്നെ സിമ്രാന്റെ കയ്യിലെ 13 നോട്ട് ബുക്സ് 5 പെൻസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് റോ മൊത്തം നോട്ട്ബുക്കുകളുടെ ഇൻഫോർമേഷനും സെക്കൻഡ് റോയില് പെന്നിന്റെ ഇൻഫോർമേഷനാണ്. കോളം വൈസ് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും.
അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു മെട്രിക്സ്, എന്താണ് അതിലത്തെ റോ, എന്താണ് കോളം, പിന്നെ ഇതിൽ ഓരോന്നിനെയും ഓരോ എലമെന്റിനും നമ്മൾ എന്താ പറയാ, നമ്മൾ എലമെന്റ്സ് എന്നാണ് പേര് പറയുക. ഓരോ എൻട്രീസ് അല്ലെങ്കിൽ എലമെന്റ്സ് എന്നാണ് നമ്മൾ പേര് പറയുന്നത്. പിന്നെ ഓരോ പൊസിഷനും ഇതിന് വരുന്നുണ്ട്. ഞാൻ അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഇവിടെ ഡെഫിനിഷൻ, നമുക്ക് ആദ്യം മെട്രിക്സിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അപ്പൊ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫംഗ്ഷൻ. നമ്പറിന്റെയോ അല്ലെങ്കിൽ ഫംഗ്ഷന്റെയോ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ് എന്ത്, ഒരു ഓർഡറിലായിട്ടുള്ള ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ആ നമ്പറിനെയും ഫംഗ്ഷനെയും നമ്മൾ എലമെന്റ്സ്നോ അല്ലെങ്കിൽ എൻട്രീസ്നോ പേര് വിളിക്കും. ഇപ്പൊ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, അങ്ങനെയാണ് നമ്മൾ അതിന് പേര് വിളിക്കുക. നമ്മൾ മെട്രിക്സ് ഡിനോട്ട് ചെയ്യണത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ഈ ഒരു മെട്രിക്സ് കണ്ടോ, ക്യാപിറ്റൽ എ, ഈ ഒരു മെട്രിക്സ് ക്യാപിറ്റൽ ബി, ഈ ഒരു മെട്രിക്സ് ക്യാപിറ്റൽ സി എന്നുള്ള പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കുറച്ച് എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ, നമ്മുടെ കോസ് എക്സ്, സൈൻ എക്സ്, 1+x വെച്ചിട്ടുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ ഒരു മെട്രിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ഇത് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞതാ. ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റോ എന്ന് പറയുന്നതും, അതേപോലെ വെർട്ടിക്കൽ ലൈന് നമ്മൾ പറയുന്ന പേരാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് കണ്ടു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കാം. ഇപ്പൊ ഈ ഒരു മെട്രിക്സ് നോക്കിയേ, എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സില് 1 2 3 റോസ് ഉണ്ട്. അപ്പൊ ആ നമ്പർ നമ്മൾ ആദ്യം എഴുതണം. പിന്നെ എത്ര കോളം വരുന്നുണ്ട്, 1 2 കോളാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 3/2 ഓർഡർ, 3 റോസ്. അപ്പൊ ആദ്യത്തെ നമ്പർ കാണിക്കുന്നത് റോ ആണ്, രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് ആ ഒരു മെട്രിക്സിൽ എത്ര കോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/2 ആണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് 3 റോസ് വരുന്നുണ്ട്, അതുപോലെ 3 കോളംസ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/3 മെട്രിക്സ് ആണിത്. ഇവിടെ നമുക്ക് 2 റോസ് ആണ് വരുന്നത്. കോളം നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 3 കോളം കാണാൻ സാധിക്കൂ അല്ലെ. അപ്പം 2/3 മെട്രിക്സ് ആണ് ഇത്. അപ്പം ഓർഡർ എങ്ങനെയാന്നുള്ളത് മനസ്സിലായല്ലോ. എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്, അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിന്റെ ഓർഡർ എന്താന്നുള്ളത് പറയണത്. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് ഒരു മെട്രിക്സിനെ m റോയും അതേപോലെ തന്നെ n കോളംസും ആണെന്ന് വിചാരിക്കുക. ജനറൽ ആയിട്ട് നമ്മൾ അങ്ങനെ പറയാം, m റോസ് ആൻഡ് n കോളംസ്. അപ്പൊ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, m/n എന്നാണ് നമ്മൾ വായിക്കുക കേട്ടാ. m/n ആണ് നമ്മളത് വായിക്കുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ അതിലത്തെ ഓരോ എലമെന്റിനും നമ്മൾ ഓരോ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ പേര് കൊടുക്കുന്നുണ്ട്. കണ്ടോ, A11, A12, A13, അങ്ങനെ A1n. അതായത് ഫസ്റ്റ് റോയിലുള്ള എല്ലാത്തിനും നമ്മൾ എങ്ങനെയാണ് പേര് പറയുന്നത്, A11, A12, A13, അങ്ങനെ എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോവും. സെക്കൻഡ് റോ വരുമ്പോൾ നമ്മൾ A21. കണ്ടോ, അപ്പൊ ഫസ്റ്റ് നമ്പർ ഇവിടെ കാണിക്കുന്നത് എന്താണ്, റോയാണ്, അത് ഏത് റോയിലാണെന്നുള്ളതാണ്. അപ്പൊ A22, A23 അങ്ങനെയാണ് പോകുന്നത്. ഇനി തേർഡ് ആവുമ്പോൾ A31 തുടങ്ങും, A32, A33 അങ്ങനെയാണ് ഓരോന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയേ, A32 ഈ ഒരു എലമെന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആദ്യത്തെ നമ്പർ 3 ആണ് അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം അത് റോ. അപ്പൊ തേർഡ് റോ, രണ്ടാമത്തെ നമ്പർ 2, അതിന്റെ അർത്ഥം കോളം. അപ്പൊ അത് തേർഡ് റോയിലെ സെക്കൻഡ് കോളത്തിലാണ് ആ A32 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഏതെടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് സാധിക്കും. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ ഇവിടെ മെട്രിക്സ് എ കണ്ടോ, മെട്രിക്സ് എനെ നമ്മൾ AIJ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. AIJ, മെട്രിക്സ് AIJ, ഓർഡർ m/n ആണ്. ഐയുടെ വാല്യൂസ് 1 മുതൽ m വരെ, കാരണം m റോസ് ആണല്ലോ. J എന്ന് പറയുന്നത് കോളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതുകൊണ്ട് 1 മുതൽ n വരെയാണ് ജെയുടെ നമ്പറുകൾ എടുക്കുന്നത്. പിന്നെ ഐയും ജെയും നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിലത്തെ എലമെന്റ്സ് ആണ്, നമ്പേഴ്സുകളാണ്. സീറോയും നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും വരില്ല. പിന്നെ നമുക്ക് ഇതിലത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എൻ m/n മെട്രിക്സ് വിൽ ബി ഈക്വൽ ടു mn. അപ്പോൾ ഒരു 3/2 മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. 3 റോയും 2 കോളുള്ള ഒരു മെട്രിക്സിൽ നമുക്ക് 3 × 2 6 എലമെന്റ്സ് ആ ഒരു മെട്രിക്സിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ആണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു
ഓർഡേർഡ് പെയറുകളൊക്കെ നമ്മൾ ഇതുപോലെ എഴുതൂലേ, ഓർഡേർഡ് പെയർ എക്സ് വൈ ഏതെങ്കിലും പ്ലെയിനിലത്തെ, അതൊക്കെ നമുക്ക് ഇതുപോലെ മെട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റും. ഒന്നെങ്കിൽ മെട്രിക്സ് എക്സ് വൈ ഇങ്ങനെ റോ വൈസോ അല്ലെങ്കിൽ കോളം വൈസോ റോ വൈസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 0 1 എന്ന് പറഞ്ഞ ഒരു ഓർഡേർഡ് പെയർ. 0 1 നമുക്ക് ഒന്നുകിൽ 0 1 എന്ന് പറഞ്ഞ മെട്രിക്സ് ഫോമിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ 0 1 എന്ന് പറഞ്ഞിട്ട് റോ ആയിട്ടോ അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഒരു ക്വാഡ്രിലേറ്ററൽ ആയിക്കോട്ടെ, അതിൻ്റെ ഒക്കെ വെർട്ടിക്സുകൾ നമുക്കിതുപോലെ മെട്രിക്സ് ഫോമിൽ എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ 4 വെർട്ടിക്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്, ABCD. അതിന് 4 എണ്ണത്തിനെയും കണ്ടോ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എയുടെ 1 0, അപ്പൊ നമ്മളിങ്ങനെ 1 0 ഇങ്ങനെ എഴുതി, ബിയുടെ 3 2, സിയുടെ 1 3, ഡിയുടെ -1 2. അപ്പൊ അതിന്റെ ഓർഡർ വന്നിരിക്കുന്നത് കണ്ട 2 റോസും 4 കോളംസ് ആണ്. ഇത് തന്നെ നമുക്ക് റോ ആയിട്ട് എഴുതുമ്പോൾ എയുടെ 1 0, ബിയുടെ 3 2, സിയുടെ 1 3, ഡിയുടെ -1 2. ഇങ്ങനെ നമുക്ക് റോ വൈസ് എഴുതുമ്പോൾ നമുക്ക് അവിടെ 4 റോയും 2 കോളം കിട്ടും. അപ്പൊ അതൊരു 4/2 മെട്രിക്സ്. അപ്പൊ ഏത് ജോമെട്രിക് ഫിഗറിന്റെ വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് ഇതുപോലെ ഒരു മെട്രിക്സ് പോലെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് 2-3 എക്സാമ്പിളുകൾ ഉണ്ട്. നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ ഏതാന്ന് നോക്കാം. 3 ഫാക്ടറികൾ നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ, 1 2 3 എന്ന് പറഞ്ഞ 3 ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന മെൻ വർക്കേഴ്സിന്റെയും വിമൻ വർക്കേഴ്സിന്റെയും നമ്പറുകൾ നമുക്ക് തന്നിരിക്കുക. ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മളോട് ഒരു 3/2 മെട്രിക്സ് ഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പൊ ആദ്യം നമുക്കൊരു മെട്രിക്സ് ഉണ്ടാക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് ഫാക്ടറിയിലത്തെ നോക്കാം. ഫസ്റ്റ് ഫാക്ടറിയിലെ 30 മെൻ വർക്കേഴ്സും 25 വിമൻ വർക്കേഴ്സും. സെക്കൻഡ് ഫാക്ടറിയിലെ 25 മെൻ വർക്കേഴ്സും 31 വിമൻ വർക്കേഴ്സും ഉണ്ട്. തേർഡ് ഫാക്ടറിയിലെ 27 മെൻ വർക്കേഴ്സും 26 വിമൻ വർക്കേഴ്സും. അപ്പൊ കണ്ടോ, ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇത് നോക്കിയാൽ 1 2 3 റോസ് ഉണ്ട്, കോളം 2 കോളാണ്. അപ്പൊ 3/2 മെട്രിക്സ്. നമ്മളോട് 3/2 തന്നെയാണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കണം. ഈ സെയിം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കാം. അപ്പൊ ഫസ്റ്റ് ഫാക്ടറിയിലെ 30 25 ആണ്, സെക്കൻഡ് ഫാക്ടറിയിലെ 25 31 ആണ്, പിന്നെ തേർഡ് ഫാക്ടറിയിലെ 27 26. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് മെട്രിക്സ് കിട്ടും. പക്ഷെ ഇവിടെ എന്താണ്, ഇതിന്റെ ഓർഡർ എന്താ വരുന്നത്, 2 റോസ് ആൻഡ് 3 കോളംസ്. അതൊരു 2/3. ഇത് എഴുതിയാലും ശരിയാ, പക്ഷെ ഇവിടെ നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഒരു 3/2 മെട്രിക്സ് എഴുതാനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിൽ നോക്കിയേ, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫാക്ടറിയിലത്തെ ഇൻഫോർമേഷനാണ്. സെക്കൻഡ് റോ സെക്കൻഡ് ഫാക്ടറിയിലത്തെ, തേർഡ് റോ തേർഡ് ഫാക്ടറിയിലത്തെ ഇൻഫോർമേഷനാണ്. അതുപോലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് മെൻ വർക്കേഴ്സ് എത്രയുണ്ടോ അവരുടെ ഡീറ്റെയിൽസ് ആണ്. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് വിമൻ വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മളോട് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡസ് ദ എൻട്രി ഇൻ ദ തേർഡ് റോ ആൻഡ് സെക്കൻഡ് കോളം റെപ്രസെന്റ്. അതായത് തേർഡ് റോയിലെ സെക്കൻഡ് കോളം കണ്ടോ, ഈ 26, ഈ ഒരു നമ്പർ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് നോക്കിയേ. തേർഡ് ഫാക്ടറിയിലെ നമ്പർ ഓഫ് വിമൻ വർക്കേഴ്സിനെയാണ് അതവിടെ റെപ്രസെന്റ് ചെയ്യണത്. അപ്പൊ ഇതേപോലെ മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മെട്രിക്സിലെ 8 എലമെന്റ്സ് ഉണ്ട് കണ്ടോ. എ മെട്രിക്സ് ഹാസ് 8 എലമെന്റ്സ്. വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഇറ്റ് ക്യാൻ ഹാവ്. അപ്പൊ 8 എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 8ന്റെ ഫാക്ടേഴ്സ് നോക്കാം. 1 into 8, 8 into 1, അതുപോലെ 4 into 2, 2 into 4 അല്ലെ, ഇതൊക്കെ 8 ആണ് വരിക. അപ്പൊ ഈ എല്ലാ ഓർഡർ വെച്ചിട്ടും നമുക്ക് എന്തുണ്ടാക്കാം, മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റും. അതിലെല്ലാത്തിലും എലമെന്റ്സ് എത്ര വരിക, 8 എലമെന്റ്സ് വരിക. അപ്പൊ 1 into 8 എന്ന് പറയുമ്പോൾ 8, 8 into 1 എന്ന് പറയുമ്പോൾ 8, 4 2s are 8 ആണ്, 2 4s are 8 ആണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും എലമെന്റ്സ് എത്ര വരിക, ടോട്ടൽ എലമെന്റ്സ് 8 ആയിരിക്കും. അപ്പൊ ഈ ഓർഡറിൽ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. അത് തന്നിരിക്കുന്നത് AIJ is equal to half into modulus of I minus 3j. ഇതാണ് നമ്മളെ എൻട്രീസ്. ഇതിൽ നമ്മൾ ഐക്കും ജെക്കും വാല്യൂസ് കൊടുത്തിട്ട് ഒരു 3/2 മെട്രിക്സ് ഉണ്ടാക്കണം. അതിനു മുമ്പ് ജനറൽ ആയിട്ട് ഒരു 3/2 മെട്രിക്സ് എങ്ങനെ ഇരിക്കും, 3 റോസ് അല്ലെ, 3 റോയും 2 കോളം. അപ്പൊ 3 റോ 2 കോളം വെച്ച് നമ്മളൊരു ജനറൽ മെട്രിക്സ് ആദ്യം തന്നെ ഉണ്ടാക്കണം. അപ്പൊ അതിലത്തെ ഓരോ എലമെന്റ് നോക്കുക കണ്ടോ, A11 A12 A21 A22 A31 A32. അപ്പൊ ഇത്രയും എലമെന്റ്സ് ആണ് കണ്ടോ. 3/2 എന്ന് പറയുമ്പോൾ 6 എലമെന്റ്സ്. ആ 6 എലമെന്റ്സ് എന്താ വരുന്നത്, ഇത്രയും 6 എലമെന്റ്സ് അവിടെ വരുന്നത്. ഇനി ഇതിലെ ഓരോ എലമെന്റ്സും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ആ ജനറൽ ആയിട്ടുള്ളത് എഴുതാം.
aij is equal to half into modulus of I minus 3j. അപ്പോൾ നമുക്ക് ആദ്യം a11 കണ്ടുപിടിക്കണം. അപ്പോൾ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഐയുടെ സ്ഥാനത്ത് 1ഉം ജെയുടെ സ്ഥാനത്ത് 1ഉം വാല്യൂസ് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 3 ഇൻറ്റു 1 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് 1 മൈനസ് 3 എന്ന് പറയുന്നത് എന്താണ്? -2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് വാല്യൂ ആണല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് -2 എന്ന് പറയുന്നത് 2 ആണ്. 2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് a11 എന്ന് പറഞ്ഞ എൻട്രി നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. കണ്ടോ? a1 അവിടെ എന്ത് കിട്ടി? 1. ഇതേപോലെ a12 a21 a22 അങ്ങനെ a32 വരെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഐക്കും ജെക്കും നമ്മൾ അതിനനുസരിച്ച് വാല്യൂസ് കൊടുക്കുക. ഇപ്പൊ a32 എന്ന് പറയുമ്പോൾ a32 എന്ന് പറയുമ്പോൾ നമ്മൾ ഐക്ക് എന്ത് വാല്യൂ കൊടുക്കണം? 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. ജെക്ക് എന്ത് വാല്യൂ കൊടുക്കണം? 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 3/2 എന്ന് പറഞ്ഞ് കിട്ടും. ഇങ്ങനെ നമ്മൾ ഓരോ എലമെന്റ്സും കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഇതുപോലെ ഒരു മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇത് ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. കണ്ടോ? ഇതുപോലെ നമ്മൾ a11 a12 നമ്മൾ കണ്ടുപിടിച്ചെല്ലാം വെച്ച് നമ്മൾ ഇതുപോലെ ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു 3/2 മെട്രിക്സ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്